ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവനെ വിളിക്കാൻ പറഞ്ഞു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10 അധ്യായം 49 വാക്യം. അപ്പോൾ യേശു നിന്ന് അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. കർത്താവായ യേശു നിന്നു. അവനും ബർത്തിമായും തമ്മിൽ അകലമുണ്ടായിരുന്നു. ഈ അകലം അല്ലെങ്കിൽ വിടവ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തി പാപത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, എന്നാൽ നിന്റെ അകൃത്യങ്ങൾ നിന്നെ നിന്റെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു എന്ന്. ഇത് യേശയ്യാവ് 59 അധ്യായം 2 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അത് അവർക്കും ദൈവത്തിനുമിടയിൽ വലിയ ഭിന്നതയുണ്ടാക്കി. ഇസ്കരിയോത്ത് യൂദയിൽ പ്രവേശിച്ച പാപം അവനെ സ്നേഹനിധിയായ കർത്താവിൽ നിന്ന് എന്നേക്കുമായി വേർപെടുത്തി. അത്തരം വേർപിരിയൽ ഇല്ലാതാക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി അത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകുമ്പോൾ അവൻ കർത്താവിനോട് കൂടുതൽ അടുക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം എഫേസ്യർ 2 അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കാനും തന്നെ എന്ന്. രണ്ടാമതായി ദൈവത്തിന്റെ മന്ത്രിമാർ. ക്രിസ്തുവിനെയും ആളുകളെയും അനുരഞ്ജിപ്പിക്കാൻ ദൈവദാസന്മാർ ആവശ്യമാണ്. ഇതാ നിങ്ങളുടെ നാഥൻ എന്ന് ജനങ്ങളോട് ഉദ്ഘോഷിക്കാൻ സേവകർ ആവശ്യമാണ്. ആളുകളെ ദൈവത്തിൽ ഏൽപ്പിക്കുകയും ഇതാ നിന്റെ ജനം എന്ന് പറയുകയും ചെയ്യുക. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. കർത്താവായ യേശു 5 അപ്പവും 2 മീനും എടുത്ത് അവരെ അനുഗ്രഹിച്ചു. എന്നാൽ ആ സമയത്തും അവ 5000 പേർക്ക് വിതരണം ചെയ്യാൻ അവന് സേവകരെ ആവശ്യമായിരുന്നു. ഇന്നും ദൈവദാസന്മാർ അപ്പം കൊണ്ടു പോകാൻ അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന്റെ അനുഗ്രഹീതമായ വചനവും അതിന്റെ ആഴത്തിലുള്ള വെളിപ്പാടുകളും. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ കർത്താവ് തയ്യാറായിരുന്നു. പക്ഷേ കല്ലറയിലെ കല്ലുരുട്ടി മാറ്റാൻ അവന് ചിലരെ ആവശ്യമുണ്ടായിരുന്നു. ലാസറിനെ തന്റെ ശവക്കല്ലറയിൽ നിന്ന് അഴിച്ചുവിടാനും അദ്ദേഹത്തിന് ആളുകളെ ആവശ്യമായിരുന്നു. ഒരു തളർവാദക്കാരനെ തന്റെ അടുക്കൽ സുഖപ്പെടുത്താൻ കൊണ്ടുവരാൻ 4 പേർ ആവശ്യമായിരുന്നു. വീണ്ടെടുപ്പിന് മുൻപ് അപ്പോസ്തലനായ പൗലോസ്, മുമ്പ് അവനെ ശൗൽ എന്നറിയപ്പെട്ടിരുന്നു. കർത്താവ് ദമസ്കോസിലെ തെരുവിൽ അത്ഭുതകരമായ രീതിയിൽ അവന് പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിൽ നിന്നുള്ള വെളിച്ചം അവന്റെ മേൽ പതിക്കുകയും അവൻ അന്ധനായി തീരുകയും ചെയ്തു. അവിടെയും അപ്പോസ്തലനായ പൗലോസായി മാറാൻ ശൗലിനെ സഹായിക്കാൻ ദൈവത്തിന് അനന്യാസ് ആവശ്യമായിരുന്നു. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഇടയിൽ മാംസത്തിലും രക്തത്തിലും ഉള്ള ക്രിസ്തുവല്ല. നമുക്ക് വേണ്ടി അവന്റെ വിലയേറിയ രക്തം ചൊരിയാൻ അവന്റെ കൈകൾ ക്രൂശിൽ തറച്ചു. അവന്റെ ആണികുത്തിയ പാദങ്ങളിൽ നിന്നും രക്തമൊഴുകി. ഇന്ന് നിങ്ങൾ കർത്താവിന്റെ കൈകളും കാലുകളുമാണ്. നിങ്ങൾ മാത്രമേ നമ്മുടെ കർത്താവിന്റെ ഭൗമിക ശുശ്രൂഷ തുടരാനാകൂ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 5 അധ്യായം 18 വാക്യം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 81, 82, 83 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 11 അധ്യായം 19 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.